പുസ്തകങ്ങൾ തന്ന അറിവുകൾ വെച്ചാണ് ലോകം കാണുന്നതെന്നും സിനിമയിൽ അഭിനയിക്കുന്നതുമെന്ന് സിനിമാ താരം ഇന്ദ്രൻസ് പറഞ്ഞു. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ 2024 പീപ്പിൾസ് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതിലെ കഥാപാത്രങ്ങളെ താൻ മോഷ്ടിച്ച് അഭിനയിക്കാറുണ്ടെന്നും പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ 2024 പീപ്പിൾസ് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും കാശൊന്നുമില്ല, അത് വലിയ ദാരിദ്ര്യമാണ്. പത്രം തന്നെ വരുന്ന വീട്ടിൽ വലിയ തള്ളലായിരിക്കും. പോയി ആൾക്കൂട്ടായിരിക്കും പത്രം വാങ്ങിച്ച് അവരെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ അടുത്ത അങ്ങനെ. അപ്പോൾ വായനശാലയിൽ പോയാണ് പലരും പത്രം തന്നെ വാങ്ങിക്കുന്നത്. അങ്ങനെ ഒരു കാലത്തായിരുന്നു നമ്മൾ വായനശാലയെ ആശ്രയിച്ചിരുന്നത്. അതൊന്നും മുമ്പ് പോകുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ വളർന്ന് ഒരുപാട് പുരോഗതിയൊക്കെ വരുന്നു പറയുന്നുവെങ്കിലും അതിന് മനുഷ്യന്റെ സ്വഭാവത്തിനുണ്ടാകുന്നൊരു മൂല്യത്തിന് ഈ വായനശാല നിന്നുമില്ല എന്നുള്ളത് കൊണ്ടുതന്നെയാണെങ്കിൽ ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ഒരു കുഞ്ഞു പ്രായം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ കിട്ടുന്ന അവധി സമയങ്ങളിൽ ചെന്നിരിക്കാൻ പറ്റുന്ന കാരണം വായനശാലയാണ്. അവിടെ ഇപ്പോൾ 5-6 പേരുണ്ടാവും. എല്ലാവരും വളരെ അവരവരുടെ ഒരു ലോകത്തേക്കാണ്. ഓരോ ബുക്കിലോ പത്രത്തിലോ ഒക്കെ നോക്കി എത്ര സുഖമായിട്ട് അവർ എന്തോ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ്. ഞാൻ വായിക്കുന്നതിന് മുമ്പ് വായിക്കുന്നവരെ മുഖത്ത് നോക്കി വായിക്കുകയായിരുന്നു. കാരണം അവര് എന്തൊക്കെ വികാരങ്ങളാണ്. ചിലരിങ്ങനെ കണ്ണു മുഖത്തായിരിക്കും, ചെറുത് വായിച്ചത് വളരെ നേരം വളർന്നു നോക്കിയിരിക്കും. ചിലരുടെ മുഖത്ത് ഇങ്ങനെ പല പല റിയാക്ഷനൊക്കെ കാണും. ചിലർ ചിരിക്കും, ചിലപ്പോൾ ചുമച്ചുള്ള കണ്ണു നിർത്തും. ഇങ്ങനെ അഭിനയവും പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ പത്രം 6-7 പറയുന്നത് എന്തൊരു നിശബ്ദതയാണ്. അപ്പൊ എനിക്ക് ഇത്തിരി സങ്കടം ഉണ്ടെങ്കിലും ചിന്തിക്കാൻ പറ്റിയ സ്ഥലം വായനശാലയാണ്. തനിക്കറിയാവുന്നതിൽ സിനിമാ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായനാശീലമുള്ള വ്യക്തിയാണ് ഇന്ദ്രൻസ് എന്ന് സാഹിത്യകാരൻ ടി പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പീപ്പിൾസ് മിഷൻ ചെയർമാൻ ശിവദാസൻ MP അധ്യക്ഷത വഹിച്ചു. മയിൽ സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയവും പെരളം AKG വായനശാലയുമാണ് മികച്ച വായനശാലകളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിണറായി C. മാധവൻ സ്മാരക വായനശാലയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ മികച്ച ലൈബ്രറി സെക്രട്ടറിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി. ചെറുതാഴം ഭഗത് സിംഗ് സാംസ്കാരിക വേദി ലൈബ്രറിയൻ P. വിപിനയാണ് മികച്ച ലൈബ്രറിയൻ. ടി പത്മനാഭനും ഇന്ദ്രൻസും ചേർന്ന് ഇവർക്കുള്ള പുരസ്കാരം നിർവഹിച്ചു. തുടർന്ന് ടി പത്മനാഭനെയും ഇന്ദ്രൻസിനെയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിലും ചേർന്ന് ആദരിച്ചു. ഗ്രാമീണ മേഖലയിലെ A+ ഡിജിറ്റൽ AC ലൈബ്രറിയും 40-ലധികം അവാർഡുകളും എന്ന നേട്ടം കരസ്ഥമാക്കിയ ലൈബ്രറിയാണ് മയിൽ സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയം. രക്തദാനം, യോഗ ക്യാമ്പ്, റീഡിംഗ് തിയേറ്റർ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന വായനശാലയാണ് കരിവെള്ളൂർ പെരളം AKG വായനശാല. അശോകൻ ചെരുവിൽ, കരിവെള്ളൂർ മുരളി, VK മധു എന്നിവരടങ്ങുന്ന ജൂറിയാണ് 2024 പീപ്പിൾസ് അവാർഡ് നിർണയിച്ചത്. പരിപാടിയുടെ ഭാഗമായി കാഞ്ഞിലേരി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന് ADM കലാഭാസ്കറും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK സതീഷ് കുമാറും ചേർന്ന് കമ്പ്യൂട്ടർ നൽകി. വിവിധ ലൈബ്രറികൾക്ക് 10,000 രൂപ വിലയുള്ള പുസ്തകങ്ങൾ കൈമാറി. K. ശങ്കരൻ വായനശാല പാലപ്പുഴ, യുവജന വായനശാല കൂത്തുപറമ്പ്, യുവശക്തി വായനശാല ആട്ടിലം വെളിയമ്പ്ര, സഫ്ദർ ഹാഷ്മി സ്മാരക മന്ദിരം നവോദയ കലാസമിതി പാച്ചേനി, ഗ്രാമദീപം വായനശാല കുറുമ്പക്കൽ, കേളി കലാ സാംസ്കാരിക വേദി കോയിലോട്, അക്ഷര ഗ്രന്ഥാലയം വായനശാല പെരുന്തോടി, EMS സ്മാരക വായനശാല AKG നഗർ വായന്നൂർ, ഗാന്ധി സ്മാരക വായനശാല ഗ്രന്ഥാലയം പാറക്കുണ്ട്, ദേശോദ്ധാര ഗ്രാമീണ വായനശാല പടിഞ്ഞാറേമൊട്ട, സ്വദേശാഭിമാനി വായനശാല ഗ്രന്ഥാലയം പനങ്കാവ്, സമദർശിനി വായനശാല ഓണപ്പറമ്പ്, ജനകീയ വായനശാല ആനക്കുനി, നവകേരള വായനശാല കട്രാടി, EMS സ്മാരക വായനശാല തവിടിശ്ശേരി നോർത്ത്, EK നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം എന്നീ വായനശാലകൾക്കാണ് പുസ്തക വിതരണം നടത്തിയത്. തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ M. സുർജിത്ത, പീപ്പിൾസ് മിഷൻ കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. പ്രശാന്തൻ, കണ്ണൂർ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK അൻവർ, വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് MD PK മായൻ, മയിൽ സഫ്ദർ ഹാഷ്മി വായനശാല സെക്രട്ടറി MV സുമേഷ, പെരളം വായനശാല സെക്രട്ടറി NV ലിമേഷ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു.